ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു സാറ്റർഡേ ഈവനിങ് ആണ്. അപ്പോൾ നമ്മളിന്ന് ഇവന്മാരെയും കൊണ്ട് ഒന്ന് പുറത്ത് ഔട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വെക്കേഷനായിട്ട് പിള്ളേരെയും കൊണ്ട് ഒരുപാടൊന്നും പോകാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇത് ഇന്ന് തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ മെട്രോയ്ക്കാണ് പോകുന്നത്. അപ്പോൾ വണ്ടി കൊണ്ടുപോയി നമ്മൾ ആദ്യം കളമശ്ശേരി മെട്രോ സ്റ്റേഷനിലെ പാർക്കിങ്ങിൽ ഇടണം. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ മെട്രോയിലേക്ക് കയറുവാണ്. ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ മെട്രോയ്ക്ക് പോകാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജിത്തുക്കുട്ടനും കിച്ചുക്കുട്ടൻ മെട്രോയിൽ കയറിയിട്ടില്ല എന്നാണ്, അവന് കയറിയ ഓർമ്മയില്ല എന്നാണ് പറയുന്നത്. ശരിക്കും അവൻ മെട്രോയിൽ പോയിട്ടുണ്ട്, പക്ഷേ കുറച്ച് ചെറുപ്പത്തിലാണ്. അപ്പോൾ അതവന് ഓർമ്മയില്ല. അപ്പോൾ ചേട്ടനെ മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ, അവനെ കൊണ്ടുപോയിട്ടില്ല എന്ന് എപ്പോഴും പരാതി പറയും. ആ ഒരു പരാതി തീർക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഓട്ടത്തോടായിരുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ അനൗൺസ്മെൻറ്റ് കേൾക്കുകയും ചെയ്തു മെട്രോ ഇപ്പോൾ തന്നെ എത്തും എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മെട്രോ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി മെട്രോയിൽ കയറുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം എവിടെയാണെന്ന് ഇതിന് ശേഷം പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ മെട്രോയിൽ നിന്ന് നേരെ എടപ്പള്ളി അവിടെ വന്നിറങ്ങിയിരിക്കുന്നത്. നമ്മൾ എടപ്പള്ളി പള്ളിയിൽ പെരുന്നാളിനാണ്. പെരുന്നാൾ കഴിഞ്ഞിട്ട് ശരിക്കും ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്ന് കയറി കാണാനും പുണ്യാളിനെ തൊഴാനും വേണ്ടിയിട്ടാണ് നമ്മൾ എടപ്പള്ളി പള്ളിയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞെങ്കിലും നല്ല തിരക്കായിരുന്നു പള്ളിയിൽ. കാല് കുത്താൻ സ്ഥലമില്ല എന്ന് തന്നെ വേണേൽ പറയാം. അപ്പോൾ അങ്ങനെ നമ്മളൊരു കണക്കിന് തിക്കിലും തിരക്കിലും ഒക്കെ കൂടി ഒരു കണക്കിന് നമ്മൾ പള്ളിയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുകയാണ്. അപ്പോൾ നല്ല തിരക്കായത് കൊണ്ടിട്ട് ഞാൻ പുണ്യാളിനെ കാണാനായിട്ട് ക്യൂ ഒന്നും നിന്നില്ല, അതിൻ്റെ സൈഡിൽ പോയി നിന്നാണ് തൊഴുതത്. പക്ഷേ എന്നിരുന്നാലും നന്നായിട്ട് തൊഴാൻ പറ്റി. നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ പുണ്യാളിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് അതിനുശേഷം നമ്മൾ നേരെ പിള്ളേരെയും കൊണ്ട് കടകളുടെ സെക്ഷനിലേക്കൊക്കെ പോകണം. കാരണം അവന്മാർ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവന്മാർ പള്ളിയിൽ തൊഴാനായിട്ടല്ലല്ലോ പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ നമ്മൾ നേരെ ആ സൈഡിലുള്ള കടകളുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. പിള്ളേർ ഇത് കണ്ടിട്ട് തന്നെ സത്യം എന്ത് മേടിക്കണം, എന്താ ചെയ്യേണ്ടേ എന്നുള്ള ഇങ്ങനെ ആശ്ചര്യത്തിൽ നിൽക്കുകയാണ്. ബജിക്കാരും പിന്നെ എന്താ പറയുക കരിമ്പിൻ ജ്യൂസുകാരും അതുപോലെ ഇങ്ങനെയുള്ള നമ്മുടെ സ്നാക്സ് ഐറ്റംസ് കൊടുക്കുന്നവരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഇവിടെ ഫുള്ള് ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. നമ്മുടെ പഴയകാല മിഠായികളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നാരങ്ങ മിഠായിയും പിന്നെ എന്തെന്നത് നമ്മുടെ നാവിലെ വരുന്ന കളർ മിഠായി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മേടിച്ചു. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഈ നമ്മുടെ ശരിക്കും എൻ്റെ മക്കൾക്ക് ഒട്ടും ആവശ്യമില്ലാത്തൊരു സ്ഥലത്തേക്ക് നമ്മുടെ കമ്മലുകളും ഈ ക്ലിപ്സും ഒക്കെ കിട്ടുന്ന സ്റ്റോളിലേക്കാണ്. ഇവന്മാർ ആമ്പിള്ളേരായതുകൊണ്ട് ഇവന്മാർക്ക് ഇവിടെ നിന്ന് ഒരു സാധനം ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാനും അങ്ങനെ ഒരുപാട് ഇങ്ങനത്തെ കമ്മലുകളൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ടിട്ട് എല്ലാം ഒന്ന് നോക്കി നിന്നു എന്ന് മാത്രം. ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു, പക്ഷേ അത്യാവശ്യം റേറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ടിട്ട് ഞാൻ എല്ലാം ഒന്ന് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ എൻ്റെ മക്കൾക്ക് സ്ഥിരമായിട്ട് വേണ്ടൊരു സാധനമാണ്, എവിടെ ചെന്നാലും വേണ്ടൊരു സാധനമാണ് ഈ മോതിരം. എവിടെ മോതിരത്തിൻ്റെ കടയുണ്ടെങ്കിലും അവിടെയൊക്കെ ഞങ്ങൾ കയറിയിട്ടുണ്ടാവും. പക്ഷേ ഒരുവിധപ്പെട്ട കടകളിലൊന്നും ഇതുങ്ങളുടെ കൈക്ക് വിരലിന് പാകമായത് കിട്ടാറില്ല. ഇവിടെ നിന്നും കുറേയൊക്കെ ട്രൈ ചെയ്ത് നോക്കി. അപ്പോഴത്തേക്കുമാണ് നമ്മൾ വിചാരിച്ചത് പതിയെ ഇവിടെ നിന്ന് ഇറങ്ങാം, നമുക്ക് വേറെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട്. അപ്പോൾ രാത്രി ആയി തുടങ്ങി, നന്നായിട്ട് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചു, നമുക്ക് ഇവിടെ പള്ളിയുടെ ഫ്രണ്ടിലുള്ള കുഞ്ഞു പള്ളിയിൽ പോയിട്ട് നമ്മൾ മെഴുകുതിരി കത്തിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ അവിടെ ചെന്ന് മെഴുകുതിരി മേടിച്ചു. ഞങ്ങൾ എല്ലാവരും കത്തിച്ചു, പുണ്യാളിനെ ഒന്നുകൂടി തൊഴുതു. അതിനുശേഷം നമ്മൾ നേരെ ഇറങ്ങുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വീണ്ടും കാണാം. ബൈ.